അമ്പുക്കുട്ടൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കപ്പ് ഓഫ് പാലിലാണ് കേട്ടോ. ആളത് മൊത്തം കുടിക്കും. അതിൽ ഫുള്ള് കൊടുത്താൽ ആളത് മൊത്തം കുടിച്ച് കഴിഞ്ഞാൽ ആക്റ്റീവാണ് രാവിലെ. അത് നിർബന്ധമായിട്ട് വേണം, അങ്ങനെ ശീലിച്ചു. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞിട്ട് ആളൊരു നന്നായിട്ട് ആക്റ്റീവായിട്ടും വൈബ്രൻ്റായിട്ടൊക്കെ ഇരിക്കും. ആൾ നല്ലൊരു മോർണിംഗ് പേഴ്സണാണ്. നല്ലോണം എന്താ പറയുക, അവൻ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം രാവിലെയാണ്. പിന്നെ നമ്മൾ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അത് അവനും കൊടുക്കും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അവനായിട്ടൊരു ഫുഡും ഉണ്ടാക്കാറില്ല, കുറുക്കല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് മൈദദോശ ഉണ്ടാക്കിയപ്പം അവനത് കുറച്ച് കൊടുത്തു. ആളത് കുറച്ച് കടിച്ചൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറുക്ക് കൊടുത്തു. ഒരു 3 മാസത്തിന് ശേഷം അവൻ കുറുക്ക് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൽ പോണതുകൊണ്ട് അത് ആവശ്യമായതുകൊണ്ടും കുറുക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവനത് അത്യാവശ്യം കഴിക്കും. പിന്നെ മടുപ്പാണ്, എന്നാലും അവൻ വിശക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചോളും. ആളങ്ങനെ ഇന്നത് വേണം എന്നൊന്നുമില്ല, എന്താണെങ്കിലും ആൾ കഴിക്കാൻ റെഡിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ അലമ്പാണ്. കുറുക്ക് തിന്ന് കഴിഞ്ഞാൽ ആൾ ഫുൾ അലമ്പാക്കും. ഫുള്ള് മേത്തും ഡ്രസ്സിലും എല്ലാം ആക്കും. അപ്പോൾ ഒരു കുളി വേണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉറക്കമാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങും. അതൊരു 2 മണിക്കൂറോളം ആൾ ഉറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ഉച്ചത്തെ ഫുഡ് കൊടുക്കുക. അപ്പം നമ്മൾ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അത് തന്നെ. അതെങ്ങനെ അരച്ചോ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. എങ്ങനെയാണോ അതുള്ളത് അതുപോലെ തന്നെ കൊടുക്കും. അപ്പം ഇന്നെന്താ പരിപ്പും കിഴങ്ങും ഇട്ടു കറി വെച്ചു. അപ്പം അതാണ് കൊടുത്തത്. അത് ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചാക്കി കൊടുക്കും. ആളത് കഴിക്കും. ചോറ് കഴിക്കാൻ അവന് നല്ല ഇഷ്ടമാണ്. അവനത് കഴിച്ചു. പിന്നെയെന്ന് പറയുന്നത് ഇടയ്ക്കൊരു 3 മണിയൊക്കെ ആയപ്പം സബോജില്ലയില്ലേ, അത് കയ്യിലങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലൊക്കെ വന്നതുകൊണ്ട് ആളതിങ്ങനെ കടിച്ച് ഇങ്ങനെ കഴിച്ചോളും. പല്ല് വന്നതുകൊണ്ട് ഇപ്പം ഇങ്ങനെ നമ്മളെ കടിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ കടിച്ച് കളിക്കും. രസമാണ് കാണാൻ. അത് ഈ വൈകിട്ടാകുമ്പം ഇതേപോലെ തന്നെ ആ കപ്പിൽ ഒരു ഗ്ലാസ് പാൽ കൊടുക്കും. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് കൊടുക്കും. ഒരു 7 മണിയോടെ അമ്പുവിൻ്റെ ഡിന്നർ പരിപാടികളൊക്കെ കഴിയും. അതൊക്കെയാണ് അമ്പു